OET ലിസണിംഗ് പാർട്ട് ബിയിൽ പലപ്പോഴായി കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് സെന്റൻസ് കംപ്ലീഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഒരു 2 സാമ്പിൾ ക്വസ്റ്റ്യൻസിന്റെ സഹായത്തോടെ ഇത്തരത്തിലുള്ള ചോദ്യം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. നമുക്കറിയാം പാർട്ട് ബിയിൽ 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യത്തേത് കോൺടാക്ട് സെന്റൻസ് ആണ്, രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ് ആൻഡ് ഫൈനലി വി ഹാവ് 3 ഓപ്ഷൻസ്. നമ്മളിവിടെ ആദ്യം തന്നെ കോൺടാക്ട് സെന്റൻസ് മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഇതിന് പ്രാധാന്യം കുറച്ചാണ് കൊടുക്കാറുള്ളത്. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ പ്രോംപ്റ്റിലോട്ടും ഓപ്ഷൻസിലോട്ടും മൂവ് ചെയ്യും. എന്നാൽ അങ്ങനെ ചെയ്യരുത്. നമ്മൾ കോൺടാക്ട് സെന്റൻസ് വ്യക്തമായിട്ട് മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കുക. കാരണം പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് സെന്റൻസിൻ്റെ ഐഡിയ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. You hear a senior doctor giving a group of medical students training in how to conduct a physical examination. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു സീനിയർ ഡോക്ടർ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്ത് കാര്യത്തിൽ? ഫിസിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഇനി ക്വസ്റ്റ്യൻ പ്രോംപ്റ്റിലോട്ട് വരുമ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് സെന്റൻസ് ആണ്. എന്താണ് അത് പറയുന്നത്? He says that during the examination of a patient's shoulder, the doctor should. ഇവിടെ ഹീ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? സീനിയർ ഡോക്ടറിനെയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? അദ്ദേഹം പറയുന്നു പേഷ്യൻറ്റിൻ്റെ ഷോൾഡർ എക്സാമിൻ ചെയ്ത സമയത്ത് ഡോക്ടർ ഷുഡ് എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് ഇൻകംപ്ലീറ്റ് ആയി നിൽക്കുന്നത്. നമ്മളിനി ഓപ്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് ഓപ്ഷൻ വായിക്കുക. എന്നാലും നമുക്കൊരു പൂർണ്ണ ധാരണ കിട്ടത്തുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്ത് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ നോക്കുക. നമുക്ക് നോക്കാം ഓപ്ഷൻ എ. He says that during the examination of a patient's shoulder, the doctor should keep an open mind about what problem there might be. എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? അദ്ദേഹം പറയുന്നു പേഷ്യൻറ്റിൻ്റെ ഷോൾഡർ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഒരു ഓപ്പൺ മൈൻഡ് കീപ്പ് ചെയ്യുക. ഒരു തുറന്ന മനസ്സോടെ എക്സാമിനേഷൻ സമയത്ത് കീപ്പ് ചെയ്യുക. എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി, അതായത് എന്ത് പ്രോബ്ലം ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഡോക്ടർ ഒരു ഓപ്പൺ മൈൻഡ് കീപ്പ് ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ എ വരുന്നത്. ഓപ്ഷൻ ബി നോക്കാം. He says that during the examination of a patient's shoulder, the doctor should perform specific tests suggested by the patient's history. എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നു പേഷ്യൻറ്റിൻ്റെ ഷോൾഡർ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പേഷ്യൻ്റെ ഹിസ്റ്ററി സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള സ്പെസിഫിക് ടെസ്റ്റ് പെർഫോം ചെയ്യണം. നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. He says that during the examination of a patient's shoulder, the doctor should be ready to help the patient removing any clothing. പേഷ്യൻറ്റിൻ്റെ ഷോൾഡർ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം. എന്തെങ്കിലും ക്ലോത്തിങ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുവാൻ. ഇങ്ങനെ നമ്മൾ ഓപ്ഷൻ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ധാരണ കിട്ടും. ഇത് നമുക്ക് 10 സെക്കൻഡിൽ പ്രാക്ടീസ് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് ടൈമിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റാവുന്നതാണ്. ഇനി നമ്മൾ ഓപ്ഷൻ വായിക്കുമ്പോൾ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, ഒരിക്കലും അതിനകത്ത് വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ട് അത് കേൾക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ ഓപ്ഷൻസിലെ 1-2 വാക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓഡിയോയിൽ കേട്ടു എന്ന് വരും. നമ്മൾ 1-2 വാക്ക് നമ്മൾ ഓപ്ഷൻസിൽ കേൾക്കുകയാണെങ്കിൽ അത് ആൻസർ ആകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഈ ഒരു ചോദ്യം കംപ്ലീറ്റ് ആക്കുകയായിരിക്കത്തില്ല ആ വാക്ക് ഓഡിയോയിൽ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ ചെയ്യുന്നത്. ഇതിനെ ഡിസ്ട്രാക്ടേഴ്സ് എന്നാണ് OET തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വാക്കുകളിൽ പെട്ടുപോകാതെ, കീവേഡ്സിൽ പെട്ടുപോകാതെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓഡിയോയിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നീട് പറയാനുള്ള കാര്യം, ഇനി ഓഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നത് ബേസിക്കലി? അതായത് സീനിയർ ഡോക്ടർ പറയുന്നു പേഷ്യൻറ്റിൻ്റെ ഷോൾഡർ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ബേസിക്കലി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് what does he say that doctor should do during the examination of a patient's shoulder? അതായത് പേഷ്യൻറ്റിൻ്റെ ഷോൾഡർ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നാണ് ഈ സീനിയർ ഡോക്ടർ പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഷോൾഡർ ഡോക്ടർ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു ഡോക്ടർ ചെയ്യേണ്ടത്? അത്രമാത്രം നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മതി. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? ഒരു ഓപ്പൺ മൈൻഡ് കീപ്പ് ചെയ്തിട്ട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ ബി പറയുന്നത് പേഷ്യൻ്റെ ഹിസ്റ്ററി സജസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് ടെസ്റ്റ് പെർഫോം ചെയ്യുക. ഓപ്ഷൻ സി പറയുന്നത് എന്താണ്? പേഷ്യൻ്റ് എന്തെങ്കിലും ക്ലോത്തിങ് റിമൂവ് ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ഒന്ന് സ്വയമേ കണ്ടുപിടിക്കാൻ നോക്കുക. Today I'm going to be demonstrating how to examine a patient's shoulder. So, you've taken a full history, which means you've got a fairly good idea what it is you're looking for, and it's time for the physical examination. Now, the thing to bear in mind is that the shoulder is an extremely complex joint, and there are many specific tests we can apply during an examination.
Therefore, it's best not to jump to too many conclusions about the diagnosis. If you just go looking for that one thing, then you risk missing something else that might be there. So, how to conduct the examination? Well, you need to be organized and follow a set routine. The first thing is to ask your patient to remove their shirt or whatever to expose the area you're examining. Watching the patient do this is often quite instructive with shoulder problems because you can pick up whether they're actually guarding the shoulder as they do that. And that might give a clue as to the possible nature of the pain or exactly where it's located. I hope you have reached the answer. ഇനി സ്ക്രിപ്റ്റ് ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് സ്ക്രിപ്റ്റ് പരിശോധിച്ച് ശരിയായിട്ടുള്ള ആൻസർ ഏതാണെന്ന് കണ്ടെത്താം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഫസ്റ്റ്ലി എന്താണ് പറയുന്നത്? Today I am going to be demonstrating how to examine a patient's shoulder. So you have taken a full history, which means you have got a fairly good idea what it is you are looking for, and it's time for the physical examination. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഒരു ഇൻട്രഡക്ഷൻ പോലെ പേഷ്യൻ്റ് ഹിസ്റ്ററി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ, അതുകൊണ്ട് എന്താണ് തിരയേണ്ടതെന്ന് നമുക്ക് അറിയാം ഫിസിക്കൽ എക്സാമിനേഷൻ സമയത്ത്. അതാണ് പറയുന്നത്. അതായത് പേഷ്യൻ്റ് ഹിസ്റ്ററി ഓൾറെഡി കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. Now the thing to bear in mind is that the shoulder is an extremely complex joint and there are many specific tests we can apply during an examination. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഷോൾഡർ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ജോയിൻ്റ് ആണ്. നമുക്ക് എക്സാമിനേഷൻ സമയത്ത് ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മുന്നോട്ട് നോക്കാം. Therefore, it is best not to jump to too many conclusions about the diagnosis. അതുകൊണ്ട് തന്നെ ഡയഗ്നോസിസ് സമയത്ത് ഒരുപാട് കൺക്ലൂഷനിലോട്ട് നമ്മൾ നേരത്തെ ചാടി പുറപ്പെടരുത്. If you just go looking for that one thing, then you risk missing something else that might be there. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യമാണ് തരാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യത്തിലുള്ള പ്രശ്നം മിസ് ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആ ഒരു സെന്റൻസ് പറയുന്നത്. So how to conduct the examination? Well, you need to be organized and follow a set routine. അപ്പോൾ എക്സാമിനേഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിരിക്കണം, ഒരു സെറ്റ് റുട്ടീൻ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. The first thing is to ask your patient to remove their shirt or whatever to expose the area you are examining. Watching the patient do this is often quite instructive with shoulder problems because you can pick whether they are actually guarding the shoulder as they do that, and that might give a clue as to the possible nature of the pain or exactly where it's located. Shall we go over her care plan next? അപ്പോൾ ഈ ഒരു പോർഷൻ എന്താണ് പറയുന്നത്? നമ്മൾ പേഷ്യൻ്റെ ഷർട്ട് റിമൂവ് ചെയ്യാൻ പേഷ്യനോട് പറയണം. അതായത് ഷർട്ട് റിമൂവ് ചെയ്തിട്ട് ഏത് ഏരിയ ആണോ നമുക്ക് എക്സാമിൻ ചെയ്യേണ്ട ആ ഒരു ഏരിയ എക്സ്പോസ് ചെയ്യാൻ പറയണം എന്നാണ് പറയുന്നത്. പിന്നെ പേഷ്യൻ്റ് ഈ ഒരു ഷർട്ട് റിമൂവ് ചെയ്യുന്നത് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം കിട്ടും. അതായത് പേഷ്യൻ്റ് ഷോൾഡർ ഗാർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഗാർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അതൊരു ക്ലൂ തരും. പെയിൻ എവിടെയാണ്, പെയിൻ്റെ ലൊക്കേഷൻ എന്താണ്, നേച്ചർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ക്ലൂ തരും എന്നാണ് അവിടെ പറഞ്ഞ് നിർത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലോട്ട് എത്താം. ഇവിടെ മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇവിടെ ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത് എന്നാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഡോക്ടർ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ഡോക്ടർ കൺക്ലൂഷനിലോട്ട്, ഒരു ഡയഗ്നോസിൻ്റെ കൺക്ലൂഷനിലോട്ട് ജമ്പ് ചെയ്യരുത്. കാരണം ഷോൾഡർ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ജോയിൻ്റ് ആണ്. കാരണം നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യമാണ് തിരയാൻ നിൽക്കുന്നതെങ്കിൽ എന്താണ്, നമ്മൾ യഥാർത്ഥ കാര്യം മിസ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ആദ്യം പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്? പേഷ്യൻറ്റിൻ്റെ ഷർട്ട് റിമൂവ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റ് ഗാർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ നേരത്തെ പെയിൻ്റെ ലൊക്കേഷനും നേച്ചറും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? ദ ഡോക്ടർ ഷുഡ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് അബൌട്ട് വാട്ട് പ്രോബ്ലം ദർ മൈറ്റ് ബി. ശരിയല്ലേ? കാരണം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഒരു ഡോക്ടർ ഓപ്പൺ മൈൻഡ് വെക്കണം എന്നുള്ളതാണ് ഓപ്ഷൻ എ പറയുന്നത്. ആക്ച്വലി അത് ഡയറക്റ്റ്ലി നമുക്ക് ആ ഓപ്പൺ മൈൻഡ് എന്ന വാക്കൊന്നും ഓപ്ഷനിൽ എക്സ്ട്രാക്റ്റിൽ കാണാൻ പറ്റുന്നില്ല, സ്ക്രിപ്റ്റിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ അതേ അർത്ഥം വരുന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്താണത്? Therefore, it is best not to jump to too many conclusions about the diagnosis. അതായത് ഡയഗ്നോസിനെ സംബന്ധിച്ച് കൺക്ലൂഷനിലോട്ട് നമ്മൾ ജമ്പ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഇഫ് യു ജസ്റ്റ് ഗോ ലുക്കിംഗ് ഫോർ ദാറ്റ് വൺ തിങ്, യു റിസ്ക് മിസ്സിംഗ് സംതിങ് എൽസ് ദാറ്റ് മൈറ്റ് ബി ദർ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി തിരയുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ കാര്യം മിസ് ഔട്ടായി പോകുമെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിവിടെ ഡയഗ്നോസിനെ സംബന്ധിച്ച് കൺക്ലൂഷനിലോട്ട് ജമ്പ് ചെയ്യരുത് എന്ന് പറയുന്നില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊരു തുറന്ന മനസ്സ് വെക്കണം എന്നുള്ളതാണ്. കാരണം എന്ത് പ്രോബ്ലമാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഓപ്പൺ മൈൻഡ് വെക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് തിരയുക അങ്ങനെ ആകരുത് നമ്മൾ ചെയ്യുന്നത്.
അതായത് കൺക്ലൂഷനിലോട്ട് ജമ്പ് ചെയ്യരുത്. നമുക്ക് എന്തായാലും ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. ഓപ്ഷൻ ബി, പെർഫോം സ്പെസിഫിക് ടെസ്റ്റ് സജസ്റ്റഡ് ബൈ ദ പേഷ്യൻസ് ഹിസ്റ്ററി. പേഷ്യൻ്റെ ഹിസ്റ്ററി സജസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് ടെസ്റ്റ് ചെയ്യണം എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഇനി ഓപ്ഷൻ ബിയിലോട്ട് വരാൻ നേരത്ത് ഓപ്ഷൻ ബിയിലെ കീവേഡ്സ് അവിടെ ഇവിടെയൊക്കെയാണ് നമുക്ക് എക്സ്ട്രാക്ട് കിടക്കുന്നതായിട്ട് കാണാം. അതായത് ഇവിടെ യു ഹാവ് ടേക്ക് ഫസ്റ്റ് രണ്ടാമതിൻ്റെ സെൻറ്റൻസ് നമുക്ക് കാണാൻ പറ്റും. സോ യു ഹാവ് ടേക്കൻ ഫുൾ ഹിസ്റ്ററി. അവിടെ ഹിസ്റ്ററി എന്ന ടേം കാണും. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? പേഷ്യൻ്റ് ഹിസ്റ്ററി നിങ്ങൾ ഓൾറെഡി എടുത്തല്ലോ എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ എന്താണ് തരേണ്ടത് എന്ന് നമുക്കൊരു നല്ലൊരു ഐഡിയ തരും പേഷ്യൻ്റ് ഹിസ്റ്ററി. അല്ലാതെ പേഷ്യൻ്റ് ഹിസ്റ്ററി സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് പെർഫോം ചെയ്യണം എന്നല്ല പറയുന്നത്. ഇവിടെ ആ വാക്ക് രണ്ടും വരുന്നുണ്ട്. സ്പെസിഫിക് ടെസ്റ്റും വരുന്നുണ്ട്, ഫുൾ ഹിസ്റ്ററിയും വരുന്നുണ്ട്. പക്ഷേ അവിടെ സ്പെസിഫിക് ടെസ്റ്റിനെ പറ്റി എന്താണ് പറയുന്നത്? ഷോൾഡർ കോംപ്ലക്സ് ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ സമയത്ത് സ്പെസിഫിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പേഷ്യൻ്റ് ഹിസ്റ്ററിക്ക് അനുസരിച്ചുള്ള ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നില്ല. ഇനി ഓപ്ഷൻ സി നോക്കാം. ബി റെഡി ടു ഹെൽപ്പ് ദ പേഷ്യൻറ്റ് റിമൂവ് എനി ക്ലോത്തിങ്. അതായത് പേഷ്യൻറ്റിൻ്റെ ക്ലോത്തിങ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആക്ച്വലി അതിന് നേരെ വിപരീതമാണ് പറയുന്നത്. പേഷ്യൻറ്റ് ക്ലോത്ത് റിമൂവ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റ് ഗാർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ അതിലൂടെ എന്താണ് എന്തുതരം പെയിൻ ആണെന്നും അതിൻ്റെ ലൊക്കേഷനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടുമെന്നാണ് പറയുന്നത്. സോ എക്സാക്ട്ലി അതിൻ്റെ വിപരീതമാണ് പറയുന്നത്. പേഷ്യൻറ്റ് ക്ലോത്തിങ് റിമൂവ് ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സിയും അല്ല. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് മാറാം. ഇപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. നമുക്ക് ആദ്യം തന്നെ കോൺടാക്ട് സെൻറ്റൻസ് വായിക്കാം. യു ഹിയർ 2 nurses ഡിസ്കസിങ് എ പേഷ്യൻസ് കെയർ പ്ലാൻ. അപ്പോൾ 2 nurses ഒരു പേഷ്യൻ്റെ കെയർ പ്ലാൻ ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ് നോക്കാം. ബിഫോർ ഷീ ക്യാൻ ബി ഡിസ്ചാർജ് ദ പേഷ്യൻ നീഡ്സ്. പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻറ്റിന് നീഡ്സ് എന്നുള്ള രീതിയിൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഓപ്ഷനായിട്ട് കണക്ട് ചെയ്ത് വായിക്കാം. ബിഫോർ ഷീ ക്യാൻ ബി ഡിസ്ചാർജ് ദ പേഷ്യൻ നീഡ്സ് ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഷീ ഈസ് സഫിഷ്യൻ്റ്ലി മൊബൈൽ. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻറ്റ് സഫിഷ്യൻ്റ്ലി മൊബൈൽ ആണ് എന്ന് പേഷ്യൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. അതായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം പേഷ്യൻറ്റ് നടക്കാൻ പറ്റും, മൊബിലിറ്റി ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ പേഷ്യൻറ്റ് കാണിക്കണം ഡിസ്ചാർജിന് മുന്നേ. ബി നോക്കാം. ബിഫോർ ഷീ ക്യാൻ ബി ഡിസ്ചാർജ്ഡ് ദ പേഷ്യൻറ്റ് നീഡ്സ് സം ഹെൽപ്പ് ടു കം ടു ടേംസ് വിത്ത് ഹെർ കണ്ടീഷൻ. ഡിസ്ചാർജിന് മുന്നേ പേഷ്യൻ്റ് കണ്ടീഷനുമായിട്ട് കമ്മിങ് ഇൻ ടു ടേംസ്, അതായത് അതിനോട് പൊരുത്തപ്പെടുവാൻ ഹെൽപ്പ് വേണം എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. നമുക്ക് സി നോക്കാം. ബിഫോർ ഷീ ക്യാൻ ബി ഡിസ്ചാർജ്ഡ് ദ പേഷ്യൻറ്റ് നീഡ്സ് ഗൈഡൻസ് ഇൻ ഹൗ ടു സെൽഫ് അഡ്മിനിസ്റ്റർ സം മെഡിക്കേഷൻ. പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻറ്റ് ചില മെഡിക്കേഷൻസ് സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് അതിനുവേണ്ടിയുള്ള ഗൈഡൻസ് നൽകണം, പേഷ്യൻറ്റിന് ആവശ്യമാണ് എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. അതായത് ചില മരുന്ന് സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പേഷ്യൻസിന് ചില മരുന്ന് എങ്ങനെയാണ് സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഗൈഡൻസ് പേഷ്യൻറ്റിന് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? വാട്ട് ഡസ് എ പേഷ്യൻറ്റ് നീഡ്സ് ടു ഡു ബിഫോർ ഷീ ക്യാൻ ബി ഡിസ്ചാർജ്ഡ്. അതായത് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻറ്റ് എന്താണ് ചെയ്ത് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ പേഷ്യൻറ്റ് എന്താണ് ആവശ്യം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഓഡിയോയുടെ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം പറയാൻ ശ്രമിക്കുക. എന്താണ് ഡിസ്ചാർജിന് മുന്നേ പേഷ്യൻറ്റിന് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ പേഷ്യൻറ്റ് എന്താണ് ചെയ്ത് കാണിക്കേണ്ടത് എന്നുള്ള രീതി. ഇനി ഓഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾ ഓഡിയോ കേട്ട് ആൻസറിലോട്ട് എത്താൻ ശ്രമിക്കുക. Shall we go over her care plan next? Sure. I'd say that the priority is some Lovenox training because she's likely to be going home on that. She's been having a little bit of anxiety over this current hospitalization and the recurrence of her condition after a period of remission. She's a high fall risk and she's also been in acute pain. But that's been well managed, so it's more about the anxiety. Did you have to give anything for that? She was okay without any pharmacological intervention, actually. We've been doing breathing exercises, and they're going well. Okay. Anything else that we should be seeing to? If she can show us that she's able to handle the injections, then we can go ahead and move to sign-off. Okay. I hope you have reached the answer. ഇനി നമുക്ക് സ്ക്രിപ്റ്റ് പരിശോധിക്കാം. I would say that the priority is some Lovenox training because she is likely to be going home on that. അതായത് പേഷ്യൻറ്റിന് എന്താണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ലോനോക്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ട്രെയിനിങ് ആണ്. കാരണം എന്താണ് പേഷ്യൻ്റ് അതുമായിട്ടായിരിക്കും എന്താണ് ഡിസ്ചാർജ് ചെയ്യപ്പെടാൻ പോകുന്നത്. നെക്സ്റ്റ്, ഷീ ഹാസ് ബീൻ ഹാവിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ആങ്സൈറ്റി ഓവർ ദ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് ദ റെക്കറൻസ് ഓഫ് എ കണ്ടീഷൻ ആഫ്റ്റർ എ പീരീഡ് ഓഫ് റിമിഷൻ. പേഷ്യൻറ്റ് കുറച്ച് ആങ്ഷ്യസ് ആണ്, ആങ്സൈറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് ഹോസ്പിറ്റലൈസേഷനെ സംബന്ധിച്ച് തന്നെയുള്ള പേഷ്യൻ്റ് കണ്ടീഷൻ റെക്കർ ചെയ്തായിരുന്നു, അതായത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇത് രണ്ടാമതൊന്നായി അസുഖമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പേഷ്യൻറ്റിന് ആങ്സൈറ്റി ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്.
She has a high risk, she has high fall risk and she has also been in acute pain, but that's been well managed, so it's more about anxiety. പേഷ്യന് റിസ്ക് ഉണ്ട്, ഫാള് വീഴാനുള്ള റിസ്ക് ഉണ്ട്, അതുപോലെ പെയിനും ഉണ്ട്, പക്ഷെ അത് വെൽ മാനേജ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആങ്സൈറ്റി ആണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഡിഡ് യു ഹാവ് ടു ഗീവ് എനിത്തിങ് ഫോർ ദാറ്റ്? അപ്പോൾ രണ്ടാമത്തെ ഒരു നേഴ്സ് ചോദിക്കുകയാണ് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതായത് പേഷ്യൻ്റ് ആങ്സൈറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് രണ്ടാമത്തെ നേഴ്സ് ചോദിക്കുകയാണ്. ഷി വാസ് ഓക്കെ വിത്തൗട്ട് എനി ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ ആക്ച്വലി, അതായത് ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യം ഉണ്ടായില്ല, അത് ഇല്ലാതെ തന്നെ പേഷ്യൻ്റ് ഓക്കെ ആണെന്നാണ് ആദ്യത്തെ നേഴ്സ് പറയുന്നത്. വി ഹാവ് ബീൻ ഡൂയിങ് ബ്രീത്തിങ് എക്സസൈസസ് ആൻഡ് ദാറ്റ്സ് ഗോയിങ് വെൽ. ഓക്കെ, അതായത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ കൊണ്ട്, അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടാണ് പോകുന്നത്, അതായത് ആങ്സൈറ്റി വെൽ മാനേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. എനിത്തിങ് എൽസ് ദാറ്റ് വി ഷുഡ് ബി സീയിങ് ടു? ഇപ്പോൾ രണ്ടാമത്തെ നേഴ്സ് ചോദിക്കുകയാണ് വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ടോ എന്നാണ് രണ്ടാമത്തെ നേഴ്സ് ചോദിക്കുന്നത്. If she can show us that she is able to handle the injection, then we can go ahead and move to sign off. അതായത് ഇഞ്ചക്ഷൻ പേഷ്യന് സ്വയമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പേഷ്യന് ഷോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് പേഷ്യന് ഈ ഇഞ്ചക്ഷൻ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പേഷ്യൻ്റ് കാണിക്കുകയാണെങ്കിൽ പേഷ്യനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അതായത് മൂവ് ടു സൈൻ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ നേഴ്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്ചാർജിന് മുന്നേ എന്താണ് ഒരു കാര്യമായിട്ട് പറയുന്നത്, എന്താണ് ആവശ്യമായിട്ട് പറയുന്നത്, പേഷ്യൻറ്റ് ഒരു സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി, അതായത് ഇഞ്ചക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പേഷ്യൻറ്റ് കാണിക്കുകയാണെങ്കിൽ, പേഷ്യൻ്റ് ആ ഒരു എബിലിറ്റി ഉണ്ട്, പേഷ്യൻ്റ് അതിന് ഏബിൾ ആണ് എന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഗോ ഹെഡ്, വി ക്യാൻ ഗോ ഹെഡ് എന്നാണ് പറയുന്നത്, നമുക്ക് മുന്നോട്ട് പോയി പേഷ്യൻറ്റിനെ സൈൻ ഓഫ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിട്ടാണ് വരുന്നത്, അവസാനം പറയുന്നതാണ് അല്ലേ, പേഷ്യൻറ്റിന് ഇഞ്ചക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറ്റണം, അതാണ് ഇവിടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഡിസ്ചാർജിന് വേണ്ടി. ഓക്കെ, ഇനി ഓപ്ഷനിലോട്ട് പോവാം. ഓപ്ഷൻ എ എന്താണ്, ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഷീ ഈസ് സഫിഷ്യൻ്റ്ലി മൊബൈൽ. പേഷ്യൻ്റ് സഫിഷ്യൻ്റ്ലി മൊബൈൽ ആണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം ഡിസ്ചാർജിന് മുന്നേ, അതാണ് ആവശ്യം എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. പക്ഷെ അതിവിടെ പറയുന്നുണ്ടോ, ഇല്ല. പേഷ്യൻ്റ് ഫാളിന് റിസ്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും പേഷ്യൻ്റ് മൊബൈലായിട്ട്, അതായത് പേഷ്യൻ്റ് മൊബിലിറ്റി ഓക്കെ ആണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഓപ്ഷൻ ബി നോക്കാം. ദ പേഷ്യൻ്റ് നീഡ് സം ഹെൽപ്പ് ടു കം ടു ടേംസ് വിത്ത് ഹെർ കണ്ടീഷൻ. പേഷ്യൻ്റ് കണ്ടീഷനുമായിട്ട് ഒരു ടേംസിൽ വരുവാൻ, അതുമായിട്ട് പൊരുത്തപ്പെടുവാൻ കുറച്ച് ഹെൽപ്പ് വേണം എന്നാണ് പറയുന്നത്. ഇവിടെ പേഷ്യൻ്റ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആങ്സൈറ്റി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിപ്പോൾ മാനേജ്ഡാണ്, തന്നെയല്ല അതല്ല ഡിസ്ചാർജ് ക്രൈറ്റീരിയ, അതൊരു പ്രയോറിറ്റിയാണ്, അതൊരു ഇഷ്യൂ ആണ്, പക്ഷേ അതിനെ ബേസ് ചെയ്തല്ല ഡിസ്ചാർജ് നടക്കാൻ പോകുന്നത്. നമുക്കത് സ്ക്രിപ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ലാസ്റ്റ് വൺ, ദ പേഷ്യൻ്റ് നീഡ്സ് ഗൈഡൻസ് ഇൻ ഹൗ ടു സെൽഫ് അഡ്മിനിസ്റ്റർ സം മെഡിക്കേഷൻ, അല്ലേ, അത് തന്നെയാണ്. കാരണം ലാസ്റ്റ് നമ്മൾ കണ്ടിരുന്നു പേഷ്യൻ്റ് ഇഞ്ചക്ഷൻ ഹാൻഡിൽ ചെയ്യുവാൻ ഓക്കെ ആണെന്ന് പേഷ്യൻ്റ് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം പേഷ്യൻ്റ് എന്തൊരു ക്രൈറ്റീരിയ അവിടെ വരുന്നുണ്ടെങ്കിൽ എന്താണ്, എന്തെങ്കിലും ആവശ്യം ഡിസ്ചാർജിന് വേണ്ടി ആയിട്ടുള്ളൊരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ, അതായത് ഇഞ്ചക്ഷൻ സ്വയം എടുക്കുവാൻ ഓക്കെ ആണോ, അതായത് പേഷ്യൻ്റ് അത് ഏബിൾ ആണോ അത് മാനേജ് ചെയ്യാൻ, അതായിട്ടാണ് വരുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. സോ ഇതുപോലെ സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫേസ് ചെയ്യാൻ നേരത്ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റിനോടൊപ്പം നമ്മൾ ഓപ്ഷൻസ് കണക്ട് ചെയ്ത് വായിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക. ഒരിക്കലും ഓപ്ഷനിലെ കീവേഡ് അണ്ടർലൈൻ ചെയ്തിട്ട് അത് കണ്ടെത്താൻ നിൽക്കരുത്. കാരണം നമ്മളിവിടെയൊക്കെ കണ്ട പോലെ ഈ എല്ലാ ഓപ്ഷനിലെയും ഒന്നോ രണ്ടോ വാക്കൊക്കെ എക്സ്ട്രാക്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ശരിയായിട്ടുള്ള ആൻസർ ആണെങ്കിലോ അതിന് യാതൊരുവിധ കീവേഡും കാണത്തുമില്ല. അതുകൊണ്ട് ഒരിക്കലും സ്പെസിഫിക് വാക്കുകൾ തപ്പിക്കൊണ്ട് ആൻസർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും OET എന്താണ് തെറ്റായിട്ടുള്ള ഓപ്ഷനിൽ ആവശ്യമില്ലാത്ത വാക്ക് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് തിരികെ കയറ്റും. അപ്പോൾ അതിൽ പെട്ടുപോകാതിരിക്കുക. തന്നെയല്ല നമ്മൾ ഈ സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതൊരു ചോദ്യ രൂപേണ മാറ്റുകയാണെങ്കിൽ, അതൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. I hope this is clear for you.